السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരവിൽ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, റഹ്മുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി അവർ സമർപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം അവർക്ക് ലഭിക്കുക. എത്രയോ ആളുകൾ നമുക്ക് കാണാം നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘകാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ആളുകൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നിഅമതാനി മഅ്ബൂനും ഫീഹിമ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹം, കൂടുതൽ ആളുകളും ആ രണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിതരായി പോയിരിക്കുന്നു. ഏതാണ് ആ രണ്ട് അനുഗ്രഹം? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവുമാകുന്നു ആ രണ്ട് അനുഗ്രഹം. ഈ അനുഗ്രഹം ലഭിച്ച് ദീർഘായുസ് കിട്ടി, ആഫിയത്ത് കിട്ടി, സിഹത്ത് കിട്ടി. പക്ഷേ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാത്ത ഹതഭാഗ്യവാന്മാർ നിരവധി നമുക്ക് കാണാം. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകൾ ദീർഘായുസ്സും ആഫിയത്തും കിട്ടി. ശൈഖ് ജീലാനി റളിയല്ലാഹുവിനെ പോലുള്ള മഹത്തുക്കളെല്ലാം ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടി, അത് പഠിപ്പിക്കാൻ വേണ്ടി, അതനുസരിച്ച് വിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളെ പ്രബോധിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നിസ്കരിക്കാനും മറ്റു ഇബാദത്തുകളും വേണ്ടുവോളം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിതം ഉരിഞ്ഞു വെച്ചു. അവർ വലിയ സൗഭാഗ്യവാന്മാരാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് ദീർഘായുസ് ലഭിക്കാത്തവരാണ്, കുറഞ്ഞ കാലം മാത്രം ലഭിച്ചവരാണ്. ഈ മാസത്തിൽ വഫാത്തായി പോയിട്ടുള്ള മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ മുഹമ്മദുൽ വസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഭാഗ്യവാനാണ്. വെറും 53 വർഷക്കാലം മാത്രം ജീവിച്ച മഹാൻ. പക്ഷെ ഈ ചെറിയ കാലം കൊണ്ട് തന്നെ മഹാൻ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്തു. വലിയ വൈജ്ഞാനിക സ്ഥാപനം പടുത്തുയർത്തി. നിരവധി ആളുകളെ ഇസ്ലാമിലേക്ക് മഹാനവർകൾ കൊണ്ടുവന്നു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഓരോ വിഷയത്തിലും ആധികാരികമായി ആ വിഷയത്തെ മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള 2000-ഓളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് രചിക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് അഭിമാനത്തോടുകൂടി മഹാനവറുകളെ കുറിച്ച് പറയുന്നു. പല പണ്ഡിതന്മാരിൽ രേഖപ്പെടുത്തുന്നു, മഹാൻ തന്നെ സ്വപ്നത്തിൽ ഹബീബിനെ പലപ്പോഴും ദർശിക്കുകയും തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ശ്ലാഘിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇരിക്കട്ടത് വല്ലാത്ത സൗഭാഗ്യമാണ്. ഇമാം നബി റളിയല്ലാഹുവിൻ്റെ ചരിത്രം തദൈവ അതുപോലെ തന്നെയാണ്. ഈ മറ്റ് നിരവധി ആളുകളെ കാണാം. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ രചിച്ച മഹത്തുക്കളാണ് അവർ. കാരണം അവരുടെ ആരോഗ്യവും അവരുടെ സമയം അവർ അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി. എന്നാൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് തന്നെ നമുക്ക് കൂടുതൽ പ്രായമാകുന്ന സമയത്താണ് ഇബാദത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും ചിന്തിക്കുന്നത്. അപ്പോഴേക്ക് നമുക്ക് വേദനയും അതുപോലെ തന്നെ ആരോഗ്യക്കുറവും തുടങ്ങിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആരോഗ്യക്കുറവിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? കൂടുതൽ ഇബാദത്തിന് വേണ്ടി പിന്നെയും നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കഴിയുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി നാം ചെയ്യേണ്ടത്, രോഗം കൊണ്ടോ മറ്റോ ക്ഷയിച്ചുപോയ ശരീരത്തെ കൂടുതൽ ഓജസ്സുള്ളതാക്കാൻ, ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ അൽ ഫത്താഹുൽ ഗനിയുർ റഹ്മാനുൽ കരീമുൽ ഹലീം
എന്ന് 5 പ്രാവശ്യം ഒരു ചെമ്പിന്റെ തകിടിയിൽ എഴുതി ആ തകിടി രോഗിയുടെ തലയിൽ വെച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് 3 തവണയും ഇഖ്ലാസ് മുഅവ്വിദത്തൈന് 3 വീതം, ആയത്തുൽ കുർസി അതുപോലെ തന്നെ സ്വലാത്തു ശിഫാ ഇവ 3 വീതം ഓതി മന്ത്രിച്ച് തകിട് നാം ചൂടാക്കുക. ചൂടാക്കുന്ന സമയത്ത് യാ ഫത്താഹു യാ ഗനിയ്യു യാ റഹ്മാൻ യാ കരീം യാ ഹലീം എന്ന ദിക്ർ 313 പ്രാവശ്യം അസ്മാ ഉൽ ഹുസ്ന ഒന്നും കൂട്ടിച്ചൊല്ലുക. അത്രയും സമയമാണ് ചൂടാക്കേണ്ടത്. ഇങ്ങനെ രാത്രിയിലും പകലും ഇത് ആവർത്തിക്കുക. 7 ദിവസം ഇത് തുടരുകയും ചെയ്താൽ, എന്നാൽ രോഗം കൊണ്ട് ക്ഷയിച്ചുപോയ, ശുഷ്കിച്ചുപോയ, ആരോഗ്യം കുറഞ്ഞുപോയ ആളുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഇത് ഉപയുക്തവും ശക്തവുമാണെന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, പതിവായിക്കൊണ്ട് നാം സുബഹി നിസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിനൊക്കെ ശേഷം യാ ശക്കൂർ യാ അല്ലാഹ് എന്ന ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ എല്ലാ രംഗത്തും, ആരോഗ്യത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ അത് കാരണമായി തീരും. അപ്പോ നാം രാവിലെയും വൈകുന്നേരവും പതിവായിക്കൊണ്ട് യാ ശക്കൂർ യാ അല്ലാഹ് എന്ന് നാം പതിവായിക്കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, ഇതൊരു 4000 പ്രാവശ്യം ഒരു ദിവസം തന്നെ ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൂടുതൽ വർദ്ധിക്കുന്നതാണ്. മറ്റ് നിസ്കാരങ്ങളുടെ ശേഷമൊക്കെ കൂടുതൽ പരമാവധി നാം ചൊല്ലുക. എന്നാൽ രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെ അതനുസരിച്ച് നാം ചൊല്ലുകയാണെങ്കിൽ വലിയ പ്രതിഫലം അതുകൊണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ വർഷിച്ചു തന്നുകൊണ്ടേയിരിക്കും. എല്ലാ വിഷയത്തിലുമുള്ള നമ്മുടെ പ്രയാസങ്ങൾ അതുകൊണ്ട് നീങ്ങാൻ അത് കാരണമാകും. എത്രത്തോളം നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.